നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ സിനിമാ മേഖലയിലെ വലിയ അന്വേഷണം നടക്കുകയാണ്. കഞ്ചാവുമായി ബന്ധപ്പെട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഇടയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പ്രമുഖ സംവിധായകരായ 2 പേരെ എക്സൈസ് പിടികൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, കൊച്ചിയിലാണ് പിടികൂടിയ ഒരു ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ മലയാള സിനിമാ സംവിധായകരടക്കം 3 പേർ എക്സൈസിന്റെ പിടിയിലായി. സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ എന്നും കൂടെ അറിയപ്പെടുന്നവരാണ് എന്നാണ് ഇവർ സിനിമ മേഖലയിൽ പറയപ്പെടുന്നത്. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായത്. ഇവർ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകരാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിങ്കാന ഉൾപ്പെടെ നല്ല സിനിമകൾ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാനും ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെയും കൂടി എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഷാലിഫ് മുഹമ്മദുമാണ് അറസ്റ്റിലായത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പുലർച്ചെ പിടികൂടിയത്. 3 അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കാരണം ഇവരുടെ കൈവശം വെക്കാവുന്ന അത്രയുമുള്ള കഞ്ചാവ് മാത്രമുള്ളതുകൊണ്ടാണ് ഇവരെ ജാമ്യത്തിൽ വിട്ടത്. എന്തായാലും അറസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രഹസ്യ വിവരമാണ്. എക്സൈസിന് വലിയ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൃത്യമായി ഈ ഫ്ളാറ്റിലെത്തുകയും പിടികൂടുകയും ചെയ്തത്. നമുക്കറിയാം, ഇദ്ദേഹമൊക്കെ ചെയ്ത സിനിമകൾ വലിയ ഹിറ്റുകൾ അടിച്ച സിനിമയാണ്. ഉണ്ട സിനിമ ചെയ്തിരുന്നു. അതോടൊപ്പം തല്ലുമാലയും അനുരാഗ കരിക്കും വെള്ളവും ലവും ഒരുക്കിയ ഖാലിദ് റഹ്മാൻ, അതോടൊപ്പം 100 കോടി ക്ലബിലേക്ക് എത്തിയ സിനിമകളിലെ സംവിധാനം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജിങ്കാനയുടെ ഏറ്റവും വലിയ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഈ സംവിധായകനെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തമാശയും ഭീമന്റെ വഴിയും സംവിധാനം ചെയ്ത ആളായിരുന്നു അഷ്റഫ് ഹംസ. ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരൊക്കെ നിരീക്ഷണത്തിലായിരുന്നു, എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഫെഫ്ക കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർ പറഞ്ഞ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇത് താരങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിലും ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് ഫെഫ്ക കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫെഫ്ക പറഞ്ഞ കാര്യത്തിൽ നടപടിയിലേക്കും പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇവർ ഉപയോഗിച്ച ഫ്ലാറ്റ് നമുക്കറിയാം, ഒരു വലിയ ക്യാമറാമാൻ്റെ ഫ്ലാറ്റായിരുന്നു. സമീർ താഹിറിൻ്റേതായിരുന്നു ഈ ഫ്ലാറ്റ്. സമീർ താഹിർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് പല സിനിമയുടെ ഡിസ്കഷനുമായി ഇരിക്കുന്നത് ഇവിടെയാണ് എന്നാണ് ഇവർ മൊഴി കൊടുത്തത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച ആളുടെ പേരും ഇവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ പേരും ഇവർ നൽകിയിരിക്കുന്നു. അതിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ എക്സൈസ് ഡയറക്ടർമാരിലേക്ക് പിടിമുറുക്കിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ ഏറ്റവും ഗംഭീരമായ ഒരു കാൽവെപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം സിനിമാ മേഖലയിൽ ഇത് ഉപയോഗമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഷൈൻ ടോം ചാക്കോയിലും ശ്രീനാഥ് ഭാസിയിലും മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ അത് വൈഡായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്ന ആരെന്ത് ചെയ്താലും ഇവരുടെ 2 പേരും തലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ മറ്റ് മേഖലയിലേക്കും കൂടെ പോയിരിക്കുന്നു. എന്തായാലും ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഡയറക്ടേഴ്സ് യൂണിയൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഡയറക്ടേഴ്സ് യൂണിയനാണ് ഫെഫ്ക നിർദ്ദേശം നൽകുന്നത്. സുബി മലയിലുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഫെഫ്ക എന്തായാലും നടപടിയെടുക്കും, അത് ഡയറക്ടേഴ്സ് യൂണിയനാണ് തീരുമാനിക്കേണ്ടത്, അവർക്ക് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തു എന്നാണ് സിബി മലയിൽ അല്പസമയം മുമ്പ് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പം പറഞ്ഞിരിക്കുന്നത്. സിനിമാ സെറ്റുകളിലെ ലഹരി പരിശോധനയ്ക്ക് ഫെഫ്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയും. ഇന്ന് സിബി മലയിലിനെ ഞാൻ വിളിക്കുമ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. സെറ്റിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ വിവരം എക്സൈസിന് കൈമാറും. അത് അവിടെ നമുക്കറിയാം, ഫെഫ്കയുടെ ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ പണി ചെയ്യുന്ന ഫെഫ്കയുടെ ആളുകളാണ്. അപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് ഫെഫ്കയുടെ ആളുകളാണെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണം. ആ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിലെല്ലാം കർശന നടപടി ഉണ്ടാവും. ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു. ഈ 2 പേരെയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വാർത്ത കുറിപ്പിറക്കാൻ കുറച്ച് വൈകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, സൺഡേ ആയിട്ട് ഓഫീസ് പ്രവർത്തനമില്ല. ഔദ്യോഗിക ലെറ്റർ ഹെഡൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. ആ ലെറ്റർ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ 1 മണിക്ക് മുമ്പ് വാർത്താക്കുറിപ്പായിട്ട് തന്നെ ഇറക്കും. എന്തായാലും ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംഘടന ഒരു മാതൃകാപരമായ നടപടിയുമായി പോയിരിക്കുന്നു. സംഘടനകളായാൽ ഇങ്ങനെയാകണം. ആർജവത്തോടു കൂടി ഒരാളെ എക്സൈസോ പോലീസോ പിടികൂടി തെളിവുണ്ടെങ്കിൽ, തെളിവില്ലാതെ പിടികൂടിക്കൊണ്ട് കഴിയില്ല, തെളിവോട് കൂടി പിടിക്കുമ്പോൾ അപ്പോൾ തന്നെ നടപടി വേണം. ആ നടപടിയാണ് ഇപ്പോൾ ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ അന്വേഷണങ്ങൾ ഉണ്ടാവും. പല സെറ്റുകളിലും പല ഫ്ലാറ്റുകളും ഇവർക്ക് പരിശോധിക്കാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സൈസും പോലീസും സംയുക്തമായുള്ള പരിശോധനയും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്ന വിവരം. എന്തായാലും മലയാള സിനിമയിൽ ലഹരി മാഫിയയുടെ പിടിമുറുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. മലയാള സിനിമ
ലഹരി മുക്തമാക്കാനുള്ള നടപടിയുമായി യൂണിയനുകൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് നടപടിയാകും. അതിന് എക്സൈസ് കൃത്യമായി തന്നെ പോലീസും ഇതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പുലർച്ചെ പ്രമുഖരായ സംവിധായകരിലേക്ക് ഈ അന്വേഷണം എത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.